അത് ഖുർആന്റെ ഏത് ഭാഗത്തിട്ട് ഒരു 3 ആയത്തെടുത്താലും ആ 3 ആയത്തിൽ പരാമർശിക്കപ്പെട്ട വിഷയം എന്താണോ ആ വിഷയത്തെ അതേ രീതിയിൽ അവതരിപ്പിക്കാൻ പൂർവ്വ ചെയ്യപ്പെട്ട ഒരു ഭാഷയിലെ ഒരു വാചകം കൊണ്ടും ഒരാൾക്കും സാധ്യമല്ല. ഖുർആന് സമാനമായി എന്ന് ഖുർആന്റെ വെല്ലുവിളിയാണ്. ആ വെല്ലുവിളിയെ വെല്ലുവിളിയായി ഉയർത്തിക്കാട്ടിക്കൊണ്ട് ആ വെല്ലുവിളി ശരിയായൊരു വെല്ലുവിളി തന്നെയാണ്, ആർക്കും അതിനെ നേരിടാൻ കഴിയില്ല എന്ന് സമർത്ഥിക്കാനും ബോധ്യപ്പെടുത്താനും മുസ്ലിം പണ്ഡിതന്മാർ എവിടെയും തയ്യാറാണ്, എന്നും തയ്യാറാണ്. മുസ്ലിം പണ്ഡിതന്മാർ ഏറ്റെടുത്തിട്ടുള്ള കാര്യമാണത്. അങ്ങനെയുള്ളവർ ഏതെങ്കിലും വചനം കൊണ്ടുവരികയോ വാക്യം കൊണ്ടുവരികയോ ചെയ്തിട്ട് എവിടെയെങ്കിലും ഇരുന്നിട്ട് പരിഹസിക്കുകയോ ഹസിക്കുകയോ ചെയ്യുന്നത് മാറ്റി ഇന്ന സൂക്തത്തിന് ബദലായിട്ട് ഞങ്ങളിതാ ഇന്നത് അവതരിപ്പിക്കാം, ഏതെല്ലാം മുസ്ലിം പണ്ഡിതന്മാരുണ്ട് അതിനെ സംബന്ധിച്ച് വിശകലനം ചെയ്യാമെന്ന് പറഞ്ഞ് വരികയാണെങ്കിൽ നമുക്ക് അവർ കൊണ്ടുവരുന്നതിലുള്ള ന്യൂനതകൾ ഒന്നൊന്നായി വിവരിച്ചു കൊടുക്കാൻ കഴിയും. സാഹിത്യ ന്യൂനതകൾ.